നീ ഒരു പെണ്ണ് കെട്ടുന്നതൊഴിച്ച് അതല്ലേ ഉള്ളൂ. എന്നാലും നീ അക്കാര്യം പറഞ്ഞ് പെങ്ങള് പിടങ്ങണ്ട. ആയിക്കളയാ. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കണേ? എനിക്ക് ഇനി ഒന്നും തരണ്ട. മതി, ഇത്രയും കേട്ടാ മതി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഇങ്ങനെ ഒരു ബുദ്ധി. ഇത് നമുക്ക് ആഘോഷിക്കണം. എന്ത് വേണേലും വായിക്കോ. ആട്ടെ, ഏതാ പെണ്ണ്? പെണ്ണും പെടക്കോഴിയൊക്കെ കർക്കിടകം കഴിഞ്ഞിട്ട് പറയാം. ശുഭകാര്യങ്ങൾ ചിന്തിക്കാൻ പോലും കൊള്ളാത്ത സമയമായത് അതാ. തീരുമാനിച്ചല്ലോ, അത് മതി എനിക്ക്. മണിക്കുട്ട, അടുത്തുള്ള നിന്റെയാ? എന്റെ ചിന്നമോളുടെ കഴിയട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. അവള് എന്റെ പെങ്ങളാ. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ. തമ്പ്രാഞ്ചേട്ടന്റെ കൈ കൊണ്ട് ഒരു താലികെട്ട് കണ്ടിട്ട് ഞാൻ എന്റെ കാര്യം ചിന്തിക്കുള്ളൂ. ഞാൻ തമ്പാട്ടിയമ്മയോട് വാക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ അമ്മേ? അതെ, അവൻ പറഞ്ഞതാ ശരി. ഭഗവതി അനുഗ്രഹിക്കണേ. ഇപ്പൊ തന്നെ പറച്ചിക്കാവി നെയ്വിളക്ക് സേവ ഏർപ്പാടാക്കിയിട്ട് തന്നെ കാര്യം. ഏതാ പെണ്ണ്? കർക്കിടകം കഴിയട്ടെന്നാ പറഞ്ഞേ. ആര് പറഞ്ഞു? തിമ്മയ്യൻ. കാര്യം കൊണ്ട് അതുകൊണ്ട് അയാൾ പറഞ്ഞ തത്തയും അയാൾ പറഞ്ഞ ഏത് കാര്യമാണ് നടന്നിട്ടുള്ളത്? ഏത് കാര്യമാണ് നടക്കാതിരുന്നിട്ടുള്ളത്? അല്ല, ഏത് കാര്യം നടന്നിട്ടുള്ളത്? ഇടാ, കഴിഞ്ഞ പൊങ്കലിന് അയാള് പറഞ്ഞ കാളെ മേടിച്ച് കെട്ടിയോണ്ടല്ലേ നമ്മുടെ വണ്ടി ജയിച്ചത്. അയാള് കരിമ്പ് നട്ടോളാൻ പറഞ്ഞ കൊല്ലം ബാക്കിയുള്ളവരുടെ നെല്ല് മുഴുവൻ മുഞ്ഞു നിന്ന് പോയില്ലേ? അയാളുടെ വാക്ക് കേൾക്കാതെ മേടിച്ചു കെട്ടിയ 3 സിന്ധി പശുക്കൾ ദീനം വന്ന് ചത്തുപോയില്ലേ? തിമ്മയ്യൻ പറഞ്ഞ അച്ചട്ട. അപ്പൊ ഈ പെണ്ണിന്റെ പേരെന്ന് പറഞ്ഞേ? പെണ്ണ് കർക്കിടകം കഴിയട്ടെ. എന്നാ കഴിയട്ടെ. പെണ്ണിനെ എനിക്ക് അറിയാലോ. ആരെ? പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാം. പറ. ചെറിയ കായോ വലിയ കായോ? നീളമുള്ള എല്ലാവർക്കും അറിയാലോ. കാത്തു ചേച്ചി അനയ, വെളുത്തുള്ളി ചമ്മന്തി ഇട്ടലുണ്ട്. വായിക്കുന്ന ബയറേണ്ട ചമ്മന്തി ഞാളരച്ചതാ. ഇഷ്ടാവും. വീട് വരെ ഒന്ന് പോയിട്ട് വരാം. തങ്ങളുടെ കാര്യം ഒന്ന് ഉറപ്പിക്കണം. ആ പെണ്ണിന്റെ കുഴച്ചിലിത്തിരി അധികമുണ്ട്. 1-2 ദിവസമായി ഞാൻ നോക്കുന്നു. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പിന്നെ മടങ്ങുമ്പോ ഒരു സാധനം കൊണ്ട് തരൂ. എന്താ? കുറച്ച് കരിവിള. കരിവിള ഇട്ടാ കല്യാണം വേഗം വരുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇനി അതില്ലാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട് പെണ്ണെ. ഞാൻ നിന്റെ ബാല്യക്കാരനൊന്നുമല്ല. ഞാനൊരു വഴിക്ക് പോകുന്നുണ്ടൊന്നും പറയുന്നില്ല. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. മടങ്ങി വരുമ്പോ ഇത്തിരി കരിവിള വാങ്ങിട്ട് വരാൻ പറ്റുമോ ചോദിച്ചു. അതിനായി തുള്ളല്. കാട്ടുപോത്താ, തനി കാട്ടുപോത്ത്. അതിനെന്താ? ഇതൊക്കെ എന്നോട് എന്താ കിണിക്കുന്നേ? നീ വല്ലതും കണ്ടോ? ഞാക്ക് കാണാൻ പറ്റിയില്ല. തമ്പ്രാൻ കണ്ട? എന്ത്? ഓള് തുണി അയക്കുന്നത്. എടാ, അവിടെ വന്ന്. ഞാൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. നീ ആരോടും പറയണ്ട കേട്ടോ. കേട്ടോ? ഞാള് കേട്ട്. എന്ത്? തമ്പ്രാ മംഗലം കഴിക്കാൻ പോണു. ഓളാണല്ലേ പെണ്ണ്. നീ കൂടുതൽ കിന്നരിക്കൊന്നും വേണ്ട. നിനക്ക് പൈസ വല്ലതും വേണോ? പൈസ ഒന്നും വേണ്ട. എന്നെ ഒരു പഴയ കുപ്പായ ഇടണമെന്ന് തമ്പ്രാന്റെ വലിയ പുതിയുണ്ട്. ഞാൻ തമ്പ്രാനോട് പറഞ്ഞോളാം, മേടിച്ചോ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ചാട്ടയ്ക്ക് വീക്കും ഞാൻ.
മനസ്സിലെ കുരുത്തോല പന്തലിൽ നമ്മൾ ഒന്നാവുന്ന നാളും കാത്ത് കഴിയാണ് ഞാൻ. 1000 മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ കരിവളകൾ ഇതണിഞ്ഞ് നിന്നെ കാണുമ്പോൾ താളമേളങ്ങളുടെ ഉത്സവമായിരിക്കും എന്റെ മനസ്സിൽ. നിന്റെ ശ്രീകൃഷ്ണേട്ടൻ. ഞാറ് പൊലിച്ചേ മക്കള് വന്നേ കൊയ്തെടുത്തേ തമ്പ്രന്റെ മക്കള് കൊയ്തെടുത്തേ പെണ്ണിനെ കണ്ടേ ആഹാ. വളയും മാലയും കൊടുത്താലൊന്നും ആ പൊണ്ണിന്റെ മനസ്സ് മാറില്ലെന്നാ തത്ത പറയുന്നത്. എന്നാ പിന്നെ ഞാക്കോളം മംഗലം കഴിക്കാൻ വേറെന്താ ബൈന്ന് തത്തയോട് ചോദിക്കടോ. തിമ്മയ്യന്റെ കണ്ണി കാണുന്നത് വെച്ച് നോക്കിയാലേ നേരായ വഴിക്ക് ഒന്നും നടക്കില്ല. ബൈ കുറച്ച് പറഞ്ഞാലോ ഞാക്കോളം മംഗലം കഴിക്കാൻ പറ്റിയാ മതി. അതിനൊരു വഴിയേ ഉള്ളൂ. ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത ആണുങ്ങളോട് നീ എന്ന് പറ അവളെ കെട്ടരുതെന്ന്. അങ്ങനെ ആരെയും കിട്ടാതാവുമ്പോ അവള് നിന്നെ കിട്ടും. ഈ തത്തക്ക് എന്ത് വില വരൂ? തത്തയെ വിൽക്കില്ല. തിമ്മയ്യന്റെ കുഴപ്പ വിൽക്കണ്ട. ഞാളിതിനെ കൊന്നാൽ എത്ര പൈസ തരണമെന്ന് അറിയാനാ. ഇഞ്ഞീന്റെ തത്തയും കൂടി ഞാളെ പെണ്ണിനോട് ഓരോ വേണ്ടാതീനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊന്ന് പൊട്ടക്കുളത്ത് താക്കുന്ന നായെ. ഇതാ പറഞ്ഞ സാധനം. എന്താ കരിവള. ഇനി ഇതിട്ടില്ലാന്ന് വെച്ചിട്ട് കല്യാണവും കളവാണോ ഒന്നും മുടങ്ങണ്ട. എന്തായാലും വാങ്ങിട്ട് വന്നില്ലേ, എന്റെ കയ്യിലൊന്ന് ഇട്ട് തന്നൂടെ? എന്നിട്ട് വേണം ആരെങ്കിലും കണ്ടിട്ട്. അമ്മ 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 കാർത്തുമ്പി, നീ അമ്പലത്തിലേക്ക് വരുന്നെങ്കിൽ വേഗം വന്നോളൂ. പെങ്ങളെ കാളക്കാരൻ വേലയും വന്ന് ഇവിടെ തന്നെ നിൽക്കാൻ വേണം. ഞാൻ ഇപ്പൊ വരാം. അസലായിട്ടുണ്ട്. വളകളെ തുമ്പിയുടെ കൈക്ക് നല്ല ചേർച്ച. ഇത്രയും ചന്തം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോ കണ്ടൂല്ലേ? ഇതൊക്കെ വാങ്ങിയിട്ട് വരാമെങ്കില് കയ്യിലൊന്ന് ഇട്ട് തന്നാലെന്താ? ഒരു മൊരടനാ. മൊരടനാണെങ്കിലും ഇഷ്ടല്ലേ? ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ? മൊരടനായിട്ടൊന്നും അല്ല തുമ്പി, സമയമായിക്കോട്ടെ എന്ന് കരുതിട്ടാ. പിന്നെ എന്തിനാ കരിവള? അസല് പൊന്നുമ്പളായിട്ട് തരില്ലേ? കർക്കിടകം കഴിയുന്നവരെ ഒന്ന് കാത്തിരുന്നാ മതി. കല്യാണം ഇങ്ങ് ഓടിയെത്തും. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമീളം മണിച്ചേലോലും മോലേഞ്ഞാലി ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് പാലിയും കൊണ്ടേ വായു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം.
മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം സുമീനം. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം സുമീളം. ഇനി കാത്തും പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായോ. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. പത്ത് പവന്റെ ആഭരണവും 5000 രൂപയും, അല്ലെങ്കിൽ ഇന്നത്തെ നിലവാരം വെച്ച് 15 കറവ പശു. അതെന്താടോ ആ കണക്ക്? ചെക്കന്റെ അപ്പന് കാലിച്ചന്റെ പൊരുത്ത, അതാ പണമായിട്ടില്ലെങ്കിൽ പശുവായിട്ടായാലും മതി എന്ന് പറഞ്ഞു. ചെക്കനോ? റെയിൽ വണ്ടിക്ക് കൊടി കാണിക്കുന്ന പണിയാ. ആഹാ, ഏതായാലും ഇത്രയും കൊടുത്തിട്ട് ഇങ്ങനൊരു ബന്ധം വേണ്ട. അയ്യോ, ഇതിലും കുറയ്ക്കണമെന്ന് ആര് പറഞ്ഞു? കണ്ണയ്യന്റെ അല്ല പെണ്ണ്, മാടമ്പിപ്പെരയിലെ മാണിക്കന്റെ പെങ്ങളാ. മാടമ്പിപ്പെരയിലെ പെണ്ണിന് ചേർന്ന ഒരു ബന്ധമല്ല ഇത്. കൊച്ചമ്പ്രാൻ എന്തൊക്കെയായി പറയണത്? ഇവിടെ വന്ന് ഇക്കണ്ടതെല്ലാം ഉണ്ടാക്കാൻ എന്റെ കൂടെ നിന്നവനാ മാണിക്കൻ. അവന്റെ പെങ്ങള് എന്റെയും പെങ്ങളാ. 20 പവന്റെ ആഭരണവും 25,000 രൂപയും കൊടുക്കാം. ചേലത്തെ ഒരു ചെക്കനെ കണ്ടുപിടിച്ച് ഉറപ്പിച്ചോളൂ. കണ്ണയ്യൻ ഇനി കല്യാണക്കുറിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി, കൂടുതലൊന്നും ചോദിക്കണ്ട. കൊച്ചമ്പ്ര, അത്രക്കൊക്കെ വേണോ? മാടമ്പിക്കാര് വാക്ക് പറഞ്ഞ വാക്കാ. എന്താ സംശയമുണ്ടോ? അതില്ല. ഈ കൊല്ലം ഈ മുറ്റത്ത് കുറെ പന്തല് പോകും. എല്ലാം കൂടെ ഒരുമിച്ചായാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എന്തോ ആലോചിച്ചല്ലോ. ആ, കണ്ണയ്യന് വഴിച്ചതിനുള്ള പണം വേണ്ടേ? നിൽക്കും. നീ കേട്ടോടാ ഉമ്മനെ, സർക്കാർ പണിക്കുണ്ടോടാ മാടമ്പിപ്പരയിലെ അടുക്കള പണിയുടെ മാഹാത്മ്യം. നന്ദിയുള്ളവരാ, പൂജിക്കണം, പോയിട്ട് പൂജിക്കണം. പൂജിക്കണം. താലിയും മാലും ഒക്കെ പറച്ചിക്കാവി കൊണ്ടുപോയി പൂജിക്കണം. അതൊക്കെ നിശ്ചയം കഴിഞ്ഞിട്ട്. എങ്കിലും എന്റെ കൃഷ്ണ, ഇത്രയും കാലം ഈ പെണ്ണ് ഈ വീട്ടിലുണ്ടായിട്ട് നിന്റെ മനസ്സിൽ ഇവളായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. അച്ഛൻ അറിഞ്ഞു തന്നെയാ നിനക്ക് പേരിട്ടിരിക്കണേ. കൊള്ള കൃഷ്ണനാണ്. ഞാൻ പോലും